ലാഘവത്തോടെ ഈ സംഘടനകളൊക്കെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ചിലർക്കെതിരെയൊക്കെ സ്ഥിരമായി നമ്മളിങ്ങനെ കേൾക്കുന്നു, പോലീസ് അവരെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങളെത്തും. കഴിഞ്ഞ ദിവസവും നമ്മൾ അത് കണ്ടതാണ്, മറ്റു ചില നടൻ്റെയൊക്കെ പേര് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? എന്നാൽ ഇവർ തുടരുകയും ചെയ്യുന്നുണ്ട് സിനിമാ സെറ്റുകളിൽ. ഇതിൽ അലോസരം ഉണ്ടാകുന്ന മറ്റ് നടിമാരൊക്കെ ധാരാളം ഉണ്ട് താനും, സഹപ്രവർത്തകർ. ഇതിൽ എന്തെങ്കിലും ഒരു കൃത്യമായി തന്നെ നമ്മൾ നടപടിയെടുക്കുന്നവരാണ്, നമ്മൾ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്നൊക്കെ സിനിമാ സെറ്റുകളിൽ അങ്ങനെയാണ് എന്നൊക്കെ ഈ സംഘടനകൾ പറയുമ്പോഴും എന്തെങ്കിലും ഇവർ ഈ കാര്യത്തിൽ ചെയ്യുന്നതായി വിൻസിക്ക് തോന്നിയിട്ടുണ്ടോ? സ്വയം നിലപാടെടുക്കൂ. എന്തെങ്കിലും അലോസരമായിട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം നിലപാടെടുക്കും, അവരുടെ കൂടെ അഭിനയിക്കില്ല എന്നുള്ളത്. അതാണ് ആദ്യം വേണ്ടത്. മറ്റുള്ളവർ, സംഘടനകൾ എന്ത് ചെയ്യുന്നു, സംഘടനകൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നതിനേക്കാളും സ്വയം എന്ത് തീരുമാനിക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യം ഓരോ വ്യക്തിയും ചിന്തിക്കും. ഇപ്പം ഇന്ന ആളുടെ ഇന്റർവ്യൂസ് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം ആ ഇന്റർവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകില്ല എന്ന് ഓൾറെഡി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഈ അനുഭവം ഉണ്ടാവില്ല, അല്ലേ? അപ്പം ആൾക്കാർ ചിന്തിക്കട്ടെ, എല്ലാവരും ചിന്തിച്ചിട്ട് അവരുടേതായിട്ടുള്ള സമയമെടുത്ത് സ്വയം നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ളവർ അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കാതെ പേടിക്കെങ്കിലും ചെയ്യും. സിനിമാ സെറ്റിൽ ഉപയോഗിക്കാനും ഒന്ന് അപമര്യാദയായി പെരുമാറാനും അറ്റ്ലീസ്റ്റ് ഒരു പേടിയെങ്കിലും ഉണ്ടാവും. അതാണ് അപ്പോൾ അങ്ങനെ നിർഭയം നിലപാട് സ്വീകരിക്കാൻ വിൻസിക്ക് കഴിയുന്നുണ്ട്. അതിൽ വിൻസി അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ സംഘടനകൾ കൂടി ഇത്തരം കാര്യത്തിൽ ഒരു നമ്മളോട് പോസിറ്റീവായൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടി സംഘടനകളോട് ചോദിക്കൂ. അത് സംഘടനകളോട് ചോദിക്കൂ. ഞാൻ സംഘടനകളോടുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് സംഘടനകളോട് ചോദിക്കൂ. ഇപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ഈ സിനിമാ അവസരങ്ങളെ ബാധിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഭീതിയുണ്ടോ? അവസാനമായി നിങ്ങളുടെ ചോദ്യം തീരില്ല എന്ന് തോന്നുന്നു. അല്ലല്ല, ഒരൊറ്റ ചോദ്യം, ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താണ് അവസാനത്തെ ചോദ്യം? അതായത് ഇപ്പൊ ഇങ്ങനെ ഈ നിർഭയം നിലപാട് സ്വീകരിക്കുന്നത്, ചോദ്യം ഞാൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. നിർഭയം നിലപാട് സ്വീകരിക്കുന്നത് വരും അവസരങ്ങളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊക്കെ ഒരു ചെറിയ ആശങ്കയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് വലിയ പേടിയൊന്നും ഇപ്പം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ പരാമർശം പറയത്തില്ല. എനിക്കത് പറയണം എന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമകളുടെ അവസരം വളരെ കുറവാണ്. മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. സിനിമ മാത്രമല്ല, സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് പണിസ്ഥലം എന്നും അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതിൽ കുറേ കുറവുകളുള്ള ആളാണ്. അപ്പം എനിക്ക് എന്താ പറയുക, ഈയൊരു മേഖലയിൽ എനിക്ക് വേറെ പണി ഇപ്പം തൽക്കാലം അറിയില്ല, പണിയെടുക്കാൻ എനിക്ക് പറയില്ല. അപ്പം അതുകൊണ്ട് ഈ മേഖലയിൽ തുടരാൻ ആഗ്രഹമുണ്ട്. പിന്നെ അവസരങ്ങൾ എനിക്ക് കുത്തിനെ പിടിച്ച് ചോദിച്ചു വാങ്ങാനൊന്നും പറ്റില്ല. അവരാഗ്രഹിച്ച്, അവർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അവസരങ്ങൾ എനിക്ക് തരിക. അപ്പോൾ ആ അവസരങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യും. കൊല്ലത്തിൽ ഒന്ന് വന്നാലും ഞാൻ ആ പണി എടുക്കുന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവും. അപ്പം എനിക്കങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊന്നുമില്ല. എനിക്ക് വരേണ്ടത് എനിക്ക് തന്നെ വരും, വന്നു ചേരും. എനിക്ക് പോയിന്റിൽ നിന്നും പോകേണ്ടത് എന്റെ കയ്യിൽ നിന്നും പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, താങ്ക് യു സോ മച്ച് വിൻസി. നിർഭയം മുന്നോട്ട് പോവുക, നമ്മുടെ എല്ലാ പിന്തുണയുമുണ്ട് വിൻസിക്ക്. വിൻസി അലോഷ്യസ് പരാതി നൽകിയതിന് ശേഷം ഇതാദ്യമായി പ്രതികരിക്കുകയായിരുന്നു 24-നോട്. ഇതിൽ ആരാണ് പരാതി, ആർക്കെതിരെയാണ് നൽകിയതെന്ന് പേര് വെളിപ്പെടുത്താൻ വിൻസി തയ്യാറല്ല. എങ്ങനെയാണ് ഈ പരാതി പുറത്തേക്ക് വന്നതെന്ന് അറിയില്ല. പേര് വെളിപ്പെടുത്താൻ താൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിൻസി പറയുന്നത്. അത് നമ്മൾ മാനിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ നടനെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ സംഘടനകൾ നടപടിയിലേക്ക് പോകുന്നു എന്ന വിവരം വരുന്നുണ്ട്. അമ്മ നോട്ടീസ് നൽകിയിട്ടുണ്ട്, വിശദീകരണം തേടുകയാണ്. കൂടാതെ ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തിരിക്കുന്നു. ഈ സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയും തുടർ നടപടിയിലേക്ക് പോവുകയാണ്. മറ്റ് സംഘടനകൾ കൂടി ഈ വിഷയം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടിയുണ്ടാകും, കർക്കശമായ നടപടി ഉണ്ടാകുമെന്നതാണ് അവരുടെയൊക്കെ സംഘടനാ ഭാരവാഹികളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.